എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 73ഉം 74ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 73ാമത്തെ ശ്ലോകത്തിൽ ഇന്ദ്രവജ്രവൃത്തവും 74ാമത്തേതിൽ ഉപേന്ദ്രവജ്രവൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ വൃദ്ധനായിട്ടുള്ള ഗോപൻ ശ്രീകൃഷ്ണനോട് പിന്നെയും കാളിന്തിയുടെ ദുരവസ്ഥയൊക്കെ വർണ്ണിക്കുകയാണ് ചെയ്യണത്. നമുക്ക് ആദ്യം 73ാമത്തെ ശ്ലോകം നോക്കാം. പീത്വാ പയസ്തസ്യ ഗരോപസൃഷ്ടം മുഞ്ചന്ത്യസൂന്മാധവഗോധനാനി അസ്മാകമൃദ്ധിശ്ച ഗതിശ്ച സർവം സംരക്ഷിതാഭിർനനുഗോഭിരേവ. ആദ്യം പദച്ഛേദം നോക്കാം. പീത്വാ പയ തസ്യ ഗരോപസൃഷ്ടം മുഞ്ചന്തി അസൂൻ മാധവ ഗോധനാനി അസ്മാകം ഋദ്ധി ച ഗതി ച സർവം സംരക്ഷിതാഭി നനു ഗോഭി ഏവ. വല്ലാതെ സങ്കടപ്പെട്ടുകൊണ്ടാണ് ആ ഗോപൻ ശ്രീകൃഷ്ണനോട് കഥകൾ പറയണത്. നമുക്ക് ഈ പശുക്കൾ തന്നെയല്ലേ ഉള്ളൂ ധനം എന്ന് പറയാൻ, വേറെ ഒന്നുമില്ലല്ലോ. ഈ പശുക്കളെ കൊണ്ടല്ലേ നമ്മൾ ജീവിക്കണത്. അങ്ങനെയുള്ള നമുക്ക് പശുക്കളില്ലാതെയാവുക എന്ന് പറയുന്നത് വളരെ വലിയൊരു നഷ്ടമാണ്. ജീവിക്കാനുള്ള ഉപാധികളില്ലാതെയാവുക എന്നുള്ളത് ഈ കാളിയൻ കാരണം അതൊക്കെയാണ് സംഭവിക്കുന്നത്. ഇവിടെ പറയാണ്, ഹേ മാധവ, അല്ലയോ കൃഷ്ണ, ഗോധനാനി ഗരോപസൃഷ്ടം തസ്യ പയ പീത്വാ അസൂൻ മുഞ്ചന്തി. ഇതാണ് ആദ്യത്തെ വരിയുടെ അന്വയം. ഇങ്ങനെയാണ് വരണത്. ഇവിടെ പറയാണ്, ഗോധനാനി, നമ്മളുടെ പശുക്കളുണ്ടല്ലോ, നമ്മളെല്ലാവരും കൂടി വളർത്തുന്നതായിട്ടുള്ള പശുക്കൂട്ടങ്ങൾ, നമ്മുടെ ധനം അതാണ് ഗോധനം എന്ന് പറയണത്. ഗോകുലാനി എന്നല്ല പറഞ്ഞത്, അത് പിന്നത്തെ വരിയിലേക്ക് അത് അന്വയിക്കുന്നുണ്ട്. അപ്പോൾ ഗോകുലവുമാണ് അവരുടെ ധനവുമാണ്, ഗോപന്മാരുടെ ധനവുമാണ്. അങ്ങനെയുള്ള ഈ ഗോധനങ്ങൾ, ഗോകുലങ്ങൾ, പശുക്കളുടെ കൂട്ടങ്ങൾ, തസ്യ ഗരോപസൃഷ്ടം പയ. തസ്യ എന്ന് പറഞ്ഞാൽ ഈ കാളിയൻ്റെ എന്ന് പറയാം, കാളിന്തിയിലെ ഹ്രദത്തിൻ്റെ എന്നൊക്കെ പറയാം. കാളിയൻ്റെ എന്ന് പറയായിരിക്കും കുറച്ചും കൂടിയും നല്ലത്. കാളിയൻ്റെ ഗരോപസൃഷ്ടം പയ, ഗരം വന്നു ചേർന്നിട്ടുള്ളത്. ഗരം ഗരളം എന്നൊക്കെ പറഞ്ഞാൽ വിഷം എന്നാണ് അർത്ഥം. വിഷം ചേർന്നിരിക്കുന്നതായ, അതാണ് ഗരോപസൃഷ്ടം, വിഷലിപ്തം എന്നർത്ഥം. വിഷം ചേർന്നിരിക്കുന്നതായ തസ്യ പയ, ആ വെള്ളം. ഗരോപസൃഷ്ടം പയ പീത്വാ, അത് വേണ്ടുവോളം കുടിച്ചിട്ട് ദാഹം തോന്നുമ്പോൾ എന്താ ചെയ്യുക? പശുക്കളൊക്കെ ഹൃദത്തിൽ പോയി അറിയാതെ വെള്ളം കുടിക്കും. വെള്ളം കുടിക്കുമ്പോൾ അവർക്ക് എന്താ സംഭവിക്കുന്നത്? അസൂൻ മുഞ്ചന്തി, അസൂൻ പ്രാണങ്ങളെ, മുഞ്ചന്തി മോചിപ്പിക്കുന്നു, പ്രാണങ്ങൾ മുക്തരാവുന്നു. അതായത് പശുക്കൾ ചത്തു വീഴുന്നു. ഈ ഹൃദത്തിൽ ചെന്ന് ദാഹം കൊണ്ട് വെള്ളം കുടിക്കുന്ന പശുക്കളൊക്കെ അതാ മരിച്ചു വീഴുകയാണ് ചെയ്യണത്. നമ്മുടെ ധനങ്ങളാണ് പോണത്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് പശുക്കൾ. ആ പശുക്കൾ ഇതാ ചത്തു വീഴുന്നു. മാത്രമല്ല, എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയധികം ദുഃഖിച്ച് പറയണത് എന്നാണെങ്കിൽ, നമ്മുടെ ജീവിതം മുഴുവനും പശുക്കളെ ആശ്രയിച്ചിട്ടാണല്ലോ. ഇവിടെ ഗോപൻ പറയാണ്, അസ്മാകം ഋദ്ധി ഗതിശ്ച. അസ്മാകം ഋദ്ധി, ഋദ്ധി എന്ന് ഒറ്റയ്ക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പരിചയം ഉണ്ടാവില്ല. സമൃദ്ധി എന്ന് കേൾക്കുമ്പോൾ നല്ല പരിചയം ഉണ്ടാവും. സമ്യക്കാകുന്ന ഋദ്ധിയാണ് സമൃദ്ധി, അതായത് സമ്പത്ത്, സുഖമായിട്ട് കഴിയാനുള്ള അവസ്ഥ. അതാണ് സമൃദ്ധി അല്ലെങ്കിൽ ഋദ്ധി. നമ്മുടെ എല്ലാവരുടെയും, ഗോപന്മാരുടെ മുഴുവനും ഋദ്ധിയും ഗതിയും. ഗതി എന്ന് പറഞ്ഞാൽ ജീവനോപാധി, ജീവിക്കാനുള്ള വഴി, മുമ്പാക്കം ജീവിക്കാനുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത് സംരക്ഷിതാഭി ഗോഭി ഏവ സർവം നനു. നമുക്കെല്ലാം ഉണ്ടാവുന്നത്, നമ്മുടെ ജീവിതം മുഴുവനും പച്ച പിടിക്കുന്നത് ഈ പശുക്കളെ കൊണ്ടാണല്ലോ. സംരക്ഷിതാഭിർ ഗോഭി, സംരക്ഷിതാഭി എന്ന് പറഞ്ഞാൽ നമ്മൾ സംരക്ഷിക്കുന്നതായിട്ടുള്ള, നമ്മുടെ ധനമായിട്ടുള്ള ഈ പശുക്കളെ കൊണ്ടാണല്ലോ നമ്മൾ ജീവിക്കണതും സമ്പന്നന്മാരാവുന്നതും. ആ പശുക്കളൊക്കെ ഇപ്പോൾ എന്താ അവർക്കൊക്കെ സംഭവിക്കുന്നത്? അവർ ഈ നദിയിലേക്ക് എങ്ങാൻ ദാഹിച്ചു വന്നാൽ വെള്ളം കുടിച്ചൊക്കെ ചത്തു വീഴുകയാണ്. നമ്മുടെ ജീവിതം വഴിമുട്ടാനാണ് പോണത്. ഇങ്ങനെ പോയാൽ അധികം വൈകാതെ നമ്മുടെ ധനം മുഴുവനും നഷ്ടപ്പെടാനാണ് പോണത്. ഗോകുലം മുഴുവനും വെള്ളം കുടിച്ചിട്ട് ചത്തുപോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ നിന്ന് കരകയറ്റാൻ ഭഗവാനെ എന്ന് വിളിക്കണില്ല എന്നേ ഉള്ളൂ, കൃഷ്ണനോട് പറയാണ്, അങ്ങയ്ക്കല്ലാതെ വേറെ ആർക്കും സാധിക്കില്ല.
അതെന്തുകൊണ്ടാണ് ഗോപൻ ഭഗവാനോട് തന്നെ പറഞ്ഞത് എന്നാണെങ്കിൽ പലതരത്തിലുള്ള ശല്യങ്ങളിൽ നിന്നും അവരെ സംരക്ഷിച്ചത് ശ്രീകൃഷ്ണനാണ്. അതവർ കണ്ടിട്ടുണ്ട്. പൂതന, അതുപോലെ തന്നെ വൃഷഭാസുരൻ, അരിഷ്ടൻ, ശകടാസുരൻ തുടങ്ങിയിട്ടുള്ള എത്രയോ വലിയ വലിയ അസുരന്മാരെ ഭഗവാൻ വധിച്ചിരിക്കുന്നു. അപ്പോൾ ആകാശചാരികളായിരിക്കുന്ന അസുരന്മാരെയൊക്കെ വധിക്കാൻ കഴിവുള്ള ഭഗവാന് ഭൂമിയിൽ ഈ കാളിന്തി നദിയിലെ ഹ്രദത്തിൽ വസിക്കുന്ന പാമ്പിനെ ഇല്ലായ്മ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വൃദ്ധനായിട്ടുള്ള ഗോപൻ ശ്രീകൃഷ്ണനോട് കാളിയൻ്റെ ക്രൂരമായിട്ടുള്ള സ്വഭാവവും വിഷവും ഒക്കെ ഉണ്ടായതുകൊണ്ട്, കാളിയൻ അങ്ങനെയൊക്കെ ചെയ്യണത് കൊണ്ട് ഗോകുലത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഗോപന്മാർക്കും വളരെ വലിയ ഭീഷണി ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. 74-ാമത്തെ ശ്ലോകം നോക്കൂ. പുനഃ പുനഃ സാധു വിചിന്യ കാചിദ്വിധാ വിധേയാ ഭവതാ സമീചീ നനുച്യതേ നീതിവിദാ ജനേന സമീക്ഷ്യകാരീ സുഖമൃച്ഛതീതി. ആദ്യം പദച്ഛേദം നോക്കാം. പുനഃ പുനഃ സാധു വിചിന്യ കാചിദ് വിധേയ ഭവതാ സമീചി. ചെറിയ ചെറിയ വാക്കുകൾ ഒക്കെ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ആദ്യത്തെ 2 വരിയിൽ കാണാൻ കഴിയുക. അടുത്ത വരിയിൽ സന്ധികളുണ്ട്. നനു ഉച്യത്തെ നീതിവിദാ ജനേന സമീക്ഷ്യകാരി സുഖം ഋച്ഛതി ഇതി. അതുകൊണ്ട് ഭഗവാൻ തന്നെ വേണം ഇതിനൊക്കെ ഒരു പോംവഴി കാണാൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയാണ്, ഭഗവാനെ അങ്ങ് ഭവതാ അങ്ങയാൽ പുനഃ പുനഃ സാധു വിചിന്യ. പുനഃ പുനഃ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും നല്ലവണ്ണം ആലോചിച്ചിട്ട്, സാധു വിചിന്യ അതായത് ആർക്കും വലിയ ദുരിതങ്ങളൊന്നും ഉണ്ടാവാത്ത ഒരു രീതിയിൽ കാളിയനെ ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യണം. അതാണ് പുനഃ പുനഃ, വീണ്ടും വീണ്ടും നല്ലവണ്ണം ആലോചിച്ചിട്ട്. സാധു വിചിന്യ കാചിത് സമീചീ വിധ വിധേയ. കാചിത് സമീചീ വിധ, ഏറ്റവും നല്ല ഒരു ഉപായം. സമീചീനമായിട്ടുള്ള, നമുക്ക് ചേർന്നതായ. ഇവിടെ അങ്ങനെ ഒരു വഴി പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആർക്കും ദോഷങ്ങളൊന്നും ഉണ്ടാവരുത്. അങ്ങനത്തേതായ ഒരു വിധ എന്ന് പറഞ്ഞാൽ വിധി എന്ന് തന്നെയാണ് അർത്ഥം. വിധൗ പ്രകാരേച എന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് ഒരു നീതി നടപ്പാക്കണം. അങ്ങ് ഇതിനൊരു പോംവഴി കാണണം. വിധ എന്നുള്ളതിന് പോംവഴി എന്ന് തന്നെയാണ് മലയാളത്തിൽ പറയാൻ പറ്റുക. അങ്ങനെയുള്ളൊരു പോംവഴി അങ്ങയാൽ ചെയ്യപ്പെടണം. അങ്ങ് ഈ ഗോകുലത്തിന് വേണ്ടിയിട്ടും പശുക്കൾക്ക് വേണ്ടിയിട്ടുമൊക്കെ നല്ലൊരു പോംവഴി കണ്ടുപിടിക്കണം. എന്നിട്ട് പണ്ഡിതന്മാരെ, നീതിജ്ഞന്മാരെ പറ്റിയിട്ട് പറയാണ്, നീതിവിദാജനേന ഉച്യതേ ഖലു. നീതിവിദാജനേന, നീതിജ്ഞന്മാരായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ പറഞ്ഞിരിക്കുന്നത്? സമീക്ഷ്യകാരി സുഖം ഋച്ഛതി ഇതി. സമീക്ഷ്യകാരി എന്ന് പറഞ്ഞാൽ വിമൃശ്യകാരി, നല്ലവണ്ണം വിമർശിച്ചിട്ട്. വിമർശനം ചെയ്യാന്ന് വെച്ചാൽ മലയാളത്തിലെ വിമർശനമല്ല, നല്ലവണ്ണം ചിന്തിച്ചുറപ്പിച്ച് വരാൻ പോകുന്ന കാലത്തെ പറ്റിയിട്ടും താനിങ്ങനെ ഒരു പ്രവൃത്തി ചെയ്താൽ ഉണ്ടാകാൻ പോകുന്ന ഫലങ്ങളെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നവൻ സഹ സമീക്ഷ്യകാരി അഥവാ വിമൃശ്യകാരി. അങ്ങനെയുള്ള ഒരാൾ സുഖം ഋച്ഛതി ഇതി, സുഖത്തെ പ്രാപിക്കും എന്ന്. ഋച്ഛതി ഇതി ഗച്ഛതി, സുഖത്തിലെത്തിച്ചേരും, അവർ സുഖമായിട്ട് ജീവിക്കും എന്ന്. നീതിവിദാജനേന ഉച്യതേ നനു, നീതിജ്ഞന്മാരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞു വച്ചിട്ടില്ലേ. അപ്പോൾ അങ്ങ് ഒരു സമീക്ഷ്യകാരിയാണ്, വേണ്ടതുപോലെ ചെയ്യാൻ വശമുള്ള ആളാണ്, വകതിരിവുള്ള ആളാണ്. അതുകൊണ്ട് അങ്ങ് നല്ലവണ്ണം ആലോചിച്ചിട്ട് നമുക്ക് വേണ്ടിയും പശുക്കൾക്ക് വേണ്ടിയിട്ടും അതുപോലെ കാളിന്തി നദിയുടെ സുഖമായിട്ടുള്ള ഒഴുക്കിനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു പ്രവൃത്തി ചെയ്യണം. അങ്ങനെ പ്രവർത്തിച്ചാൽ നമുക്ക് എല്ലാവർക്കും സുഖമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാതെ നീതിജ്ഞന്മാർ പറഞ്ഞു വച്ചിട്ടുമുണ്ടല്ലോ എന്ന് ആ ഗോപൻ ശ്രീകൃഷ്ണനോട് പറയാണ്. ഇതൊക്കെ ചെയ്യാൻ പ്രാപ്തിയുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ആ പ്രായാധിക്യമൊക്കെ ഉള്ള ആളാണെങ്കിൽ പോലും ഭഗവാനോട് ഇങ്ങനെ ആവശ്യപ്പെടുന്നത്. വ്യാഖ്യാനത്തിൽ ഭാരവിയുടെ 2 വരി പറയാണ്, വൃണുദേഹി വിമൃശ്യകാരിണം ഗുണലുബ്ധാ സ്വയമേവ സമ്പദ. ഗുണലുബ്ധാ സമ്പദ, സമ്പത്തുകൾ എന്ന് പറഞ്ഞാൽ ഗുണലുബ്ധന്മാരാണ്. അതായത് ഒന്നും പിടിക്കാത്തവരാണ് സമ്പത്തുകൾ. ആരെയും അങ്ങോട്ട് ബോധിക്കില്ല. ഗുണത്തിൽ ലുബ്ധ കാണിക്കുന്നവരാണ്, പിശുക്ക് കാണിക്കുന്നവരാണ്. അതായത്
എത്ര ഗുണമുണ്ടെന്ന് പറഞ്ഞാലും നേരെ ആദ്യം തന്നെ ചെന്ന സമ്പത്ത് അവരെ പ്രാപിക്കുകയില്ല. എന്നാൽ എങ്ങനെയുള്ളവരെ പ്രാപിക്കും? വിമൃശ്യകാരിണം, നല്ലവണ്ണം ആലോചിച്ചുറപ്പിച്ച് കണക്കാക്കി ജീവിക്കുന്ന ആൾക്കാരെ ഇങ്ങനെയുള്ള സമ്പത്ത്, ഗുണലുബ്ധന്മാരായിട്ടുള്ള ഗുണലുബ്ധകളായിട്ടുള്ള സമ്പത്ത്, സ്ത്രീലിംഗമാണ് സമ്പത്ത്, ആ സമ്പത്തുകൾ എന്തു ചെയ്യുന്നു? സ്വയമേവ വൃണുതേ, സ്വയം ചെന്ന് അവരെ വരിക്കുന്നു, അവരെ പ്രാപിക്കുന്നു. അപ്പോൾ സമ്പത്ത് വന്നു ചേരണമെങ്കിൽ നല്ലവണ്ണം ആലോചിച്ചുറപ്പിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. ഇവിടെ സമ്പത്തിൻ്റെ കാര്യമാണ് ഭാരവി പറയണതെങ്കിലും സുഖത്തിൻ്റെ കാര്യത്തിലായാലും നന്മയുടെ കാര്യത്തിലൊക്കെ ആയാലും ആലോചിച്ചുറപ്പിച്ച് നല്ലവണ്ണം ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരുടെ അടുത്ത് തന്നെയാണ്, അവരോടൊപ്പമായിരിക്കും സത്യവും നീതിയും സമാധാനവും സമ്പത്തും എല്ലാം തന്നെ, സുഖവും ഒക്കെ തന്നെ. അതുകൊണ്ട് ഭഗവാനോട് ഈ ഗോപൻ ആവശ്യപ്പെടുകയാണ്, നല്ലവണ്ണം ആലോചിച്ചിട്ട് ഉചിതമായ ഒരു പ്രവൃത്തിയിലേക്ക് കടക്കൂ എന്ന്. നമുക്ക് 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. പീത്വാ പയസ്തസ്യ കരോപസൃഷ്ടം മുഞ്ചന്ത്യസൂന്മാധവഗോധനാനി അസ്മാകമൃദ്ധിശ്ച ഗതിശ്ച സർവം സംരക്ഷിതാഭിർനനുഗോഭിരേവ പുനഃ പുനഃ സാധു വിചിന്യ കാചിദ്വിധാ വിധേയാ ഭവതാ സമീചി നനുച്യത്തെ നീതിവിദാ ജനേന സമീക്ഷ്യകാരീ സുഖമൃച്ഛതീതി. അർത്ഥവത്തായിട്ടുള്ള സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.